നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ പൊട്ടിയ സ്ഥലങ്ങൾ കാണുന്നത്. ഇത് ചൂരമല ടൗണാണ്. അത് മുണ്ടക്കായിന്നാണ് പൊട്ടി വന്നത്. രാത്രി ഒരു 2-2:30 മണിക്ക് സംഭവം നടന്നു. പിന്നെ ഒരു 3-3:30 മണിക്ക് വീണ്ടും രണ്ടാമത് സംഭവം നടന്നു. പിന്നെ വേറെ കരച്ചിലും പിടിച്ചിലൊക്കെ കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ലൈവായി കാണുകയാണ് വെള്ളവും മരങ്ങളൊക്കെ വരുന്നത്. പിന്നെ ടൗണിൽ ഫുള്ള് വെള്ളം കയറി മൊത്തമായിട്ട്. പാലം പോയപ്പോൾ ടൗണിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ച് കയറി. പിന്നെ കടകൾ ഇതൊക്കെ നശിച്ച് ടൗണിൽ 10-40 കച്ചവടക്കാരെ കടകളും ഇതൊക്കെ ഉണ്ട്. മൊത്തമായിട്ട് എല്ലാം വെള്ളത്തിലാണ് ഫുള്ളായിട്ട്. അതുപോലെ തന്നെ കണ്ടമാനം വീടുകൾ, സ്കൂൾ ഭാഗത്ത് ഒരു 10-30 വീട് നമ്മുടെ ഇതിലിപ്പോൾ പോയ ലക്ഷത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമുക്കാണ് ബന്ധപ്പെടാൻ കഴിയില്ല. ചൂരൽമലയിൽ മാത്രം എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഈ ടൗൺ സിറ്റികൾ കണ്ടില്ല, ഇത് ഫുൾ നല്ല നഷ്ടങ്ങളാണ്. എത്ര കടകളുണ്ടായിരുന്നു? 40 കട, ചുരുങ്ങിയത് 40 കടകളുണ്ട്. എല്ലാം തകർന്നു. റൂമുണ്ട് അവിടെ ടൗണിൽ. അതേമാതിരി 40 കടകളുണ്ട് അവിടെ. ഇത് നമ്മുടെ വീടാണ്. നമുക്ക് ഇവിടെ ഇരുന്നാൽ ഫുള്ളായിട്ടൊക്കെ കാണാം. കണ്ടില്ല ഇപ്പോൾ ഈ കാണുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? വളരെ മോശമാണ്. മഴ നിന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. മഴ നിന്നാലല്ലേ നമുക്ക് ഈ ബോഡിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, തെരഞ്ഞെടുക്കാൻ പറ്റും. രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒന്നും ആയാലും നടത്തിയാൽ തീരൂല. ആളെ കിട്ടല് കണ്ടെത്താനും കഴിയില്ലല്ലോ. അത്രയും ആൾ മിസ്സിംഗ് ആണ് നമ്മുടെ ഇതിൽ അറിവിൽ. 2 തവണയാണ് ഉരുൾപൊട്ടിയത്. 3:30 ഞങ്ങളെ മുണ്ടക്കാലുള്ള വീടും ആൾക്കാരൊക്കെ പോയി. ഞാൻ വിചാരിച്ചു ഞങ്ങളെ വീട് പോകുകയാണെന്നുള്ള സൗണ്ടൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ എന്തോ ഒരു കരച്ചിലാ കാര്യങ്ങൾ.